നമ്മുടെ എല്ലാവരുടെ ജീവിതത്തിലും ദുഃഖങ്ങളുണ്ട്. എപ്പോഴും നമ്മൾ ദുഃഖം വരുമ്പോൾ ചോദിക്കുന്നതാണ്, എന്തുകൊണ്ടാണ് എനിക്ക് മാത്രം ഈ ദുഃഖം വരുന്നത് എന്ന്. ശാസ്ത്രങ്ങൾ വളരെ വ്യക്തമാക്കുന്നുണ്ട്, ദുഃഖങ്ങളൊന്നും തന്നെ ശിക്ഷയല്ല, അത് ഭഗവാന്റെ കരുണയുടെ മറ്റൊരു രൂപമാണ്. ഭാഗവതത്തില് കുന്തിദേവി ഭഗവാനോട് പ്രാർത്ഥിക്കുന്നുണ്ട്, വിപദ സന്തു ശശ്വത് തത്ത തത്ത ജഗദ്ഗുരു. അതായത് ഭഗവാനോട് പറയാണ്, ഭഗവാനെ, ഇങ്ങനെയുള്ള മഹാവിപത്തുക്കള് വീണ്ടും വീണ്ടും എൻ്റെ ജീവിതത്തിൽ വരട്ടെ എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. എന്തുകൊണ്ടാണത്? ഭവതോ ദർശനം യത് സ്യാത് അപുനർഭവ ദർശനം. അതായത് എന്നാൽ മാത്രമാണ് ഭഗവാനെ വീണ്ടും വീണ്ടും ദർശിക്കാനായിട്ട് ഞങ്ങൾക്ക് സാധിക്കുകയുള്ളൂ. ഭഗവാനെ ദർശിക്കുക എന്നാൽ ആ ജനന മരണ ആവർത്തന ചക്രങ്ങളിൽ നിന്നുള്ള മോചനം എന്നാണ്. ഒരുപാട് സന്തോഷങ്ങളും സുഖവും ഒക്കെ വരുമ്പോൾ നമ്മൾ ഭഗവാനെ മറന്നു പോകും. ദുഃഖങ്ങൾ വന്നാൽ നമ്മുടെ മനസ്സ് നേരെ ഭഗവാന്റെ ആ പാതാരവിന്ദങ്ങളിലേക്ക് പോകും. അതുകൊണ്ടാണ് ഭക്തർ ദുഃഖങ്ങളെ ഒരിക്കലും ഒഴിവാക്കാൻ ശ്രമിക്കാത്തത്. ദുഃഖങ്ങൾ വന്നാൽ അവർ നേരെ ഭഗവാന്റെ ആ പാതാരവിന്ദങ്ങളിൽ അഭയം പ്രാപിക്കുന്നു. അത് മോക്ഷത്തിലേക്കുള്ള പരിശീലനമാണെന്നാണ് പറയുന്നത്. അതുകൊണ്ടാണ് ശാസ്ത്രങ്ങൾ വൈഷമ്യഘട്ടങ്ങളെ സ്വാഗതം ചെയ്യണം എന്ന് പറയുന്നത്. കാരണം ദുഃഖങ്ങൾ ഒരിക്കലും നമ്മെ തകർക്കാൻ വരുന്നതല്ല, അത് ഭഗവത് സ്മരണയിലേക്ക് നമ്മളെ തിരികെ കൊണ്ടുപോകാനാണ്. അങ്ങനെ നമ്മൾ ഭഗവാന്റെ ആ പദാരവിന്ദങ്ങളിൽ അഭയം പ്രാപിക്കുന്നു. ഹരേ കൃഷ്ണ.